ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തുടുപ്പ്. അപ്പോ നമ്മുടെ അടുത്ത ടീസർ റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമ്മൾ ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോ ഇന്ന് നമ്മുടെ മൂവിയുടെ പേരാണ് ഇത് കൊണ്ടൽ. അപ്പൊ നമ്മുടെ സ്വന്തം പെപ്പെ ഇടിപ്പടം, പെപ്പയുടെ ഇടിപ്പടമാണ് ഇന്ന് നമ്മൾ ടീസർ വന്നിരിക്കുന്നത്. അതെ, പെപ്പെ എന്ന് കേട്ടാല് നമുക്കൊരു ഇടിക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. ആന്റണി വർഗീസ് പെപ്പെ, നമ്മുടെ ഇടി രാജാവ് ആന്റണി ഉണ്ട്, പിന്നെ രാജ്പി ഷെട്ടി ഉണ്ട്. രാജ് ഷെട്ടിയൊക്കെ ഫുള്ളി ആക്ടറാണ്. പിന്നെ നമ്മുടെ ഡാൻസിങ് റോസ് ഉണ്ട്. അങ്ങനെ ഒരു തരനിരയുണ്ട്. ഇടിക്കാരാണ്, എല്ലാരും ഇടിക്കാരാണ്. ഡെബ്യൂട്ടന്റ് ആയിട്ടുള്ള അജിത് മാമ്പള്ളിയാണ് ഇതിന്റെ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക്, ഇടിയുള്ളപ്പം കോരിത്തരിക്കാൻ മ്യൂസിക് വേണമല്ലോ. അപ്പൊ അത് സാം സിയസ് ആണ്. വീണ്ടും സാം സിയസ് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് കൊണ്ടൽ ടീസറിലേക്ക് കടക്കാം. അവരെ 7ാമത്തെ പ്രൊഡക്ഷൻ നമ്പർ 7 ആയി. അന്തസ്സായിട്ട് കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ചെറുക്കന് അപ്പൊ കള്ളും കുടിച്ച് കണ്ടടം നിറങ്ങി നടക്കുക. മത്സ്യത്തൊഴിലാളികളല്ല, അവരൊക്കെ വിട്ടാനും കുത്താനും പഠിക്കാത്ത ഗുണ്ടകളാ. എന്റെ ഷൂട്ടിംഗ് എല്ലാം വർക്കെല്ലാം 5 തന്നെ ട്രിവാൻഡ്രം സൈഡൊക്കെ കൊല്ലം. ഞങ്ങൾക്ക് അവരെ പേടിയാണ്. പിന്നെ നീ ഇതിന്റെ പുറകെ പോവാൻ നിൽക്കണ്ട. കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. റിവഞ്ച് സാധനമാണ്. റിവഞ്ച് കടലിലേക്ക് ഡയറക്ടഡ് ബൈ അജിത് മാമ്പള്ളി. കൊള്ളാലോ, നല്ല CG ആണെന്ന് തോന്നുന്നു. അജിത് മാമ്പള്ളി. ഓണം 2026. ഡേറ്റ് ഇല്ല, ഡേറ്റ് കൊടുത്തിട്ട് സെപ്റ്റംബർ 13 തോന്നുന്നു. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു കൊണ്ടൽ? മൂവിയുടെ നെയിം വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. കൊണ്ടൽ എന്ന് പറഞ്ഞാൽ കടലിൽ വീശുന്ന 4ാമത്തെ കാറ്റ്, അങ്ങനെ ഒരു ഇത് വരുന്നതാണ് കൊണ്ടൽ വാക്ക്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു 2-3 ഇടി ഇങ്ങോട്ട് അങ്ങോട്ട് ഏറ്റു വാങ്ങിയിട്ട് തിരിച്ചൊരു 5 ഇടിക്കുള്ള ആന്റണി വർഗീസ് പെപ്പയുടെ ഒരു ഇതാണെന്ന് തോന്നുന്നു. പ്രതികാരം, റിവെഞ്ച് ഐറ്റം ആണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല മ്യൂസിക്കും കാര്യങ്ങളും. ടീസറിൽ വലുതായിട്ടൊന്നും റിവീൽ ചെയ്തിട്ടില്ല. ആക്ഷൻ, ഒരു ത്രില്ലർ ഡ്രാമ ഒന്നും അങ്ങോട്ട് പുറത്ത് വിടാണ്ടുള്ള പരിപാടിയാണ്. എന്തോ 2 ഇടി കിട്ടുന്നു, തിരിച്ചിട്ടിക്കുന്നു. കഴിഞ്ഞ RDX ഒക്കെ പോലെ തന്നെ തോന്നുന്നു. നല്ല കൊളുത്തുന്ന പടമാണെന്നാണ് തോന്നുന്നത്. കാരണം RDX ഒക്കെ പോലെ നമുക്കൊരു ആവേശം കിട്ടണം. ആവേശം, രോമം എണീറ്റ് ഇടിക്കണമെന്ന് പറയണം. എനിക്ക് തോന്നുന്നു അങ്ങനെ പറയാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ആണ്. ബാക്കിയുള്ള പെർഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. ഡാൻസിങ് റോസ് ആയാലും, പിന്നെ നമ്മുടെ രാജ്ബി ഷെട്ടി ആയാലും, എല്ലാരും അമ്മാതിരി അഭിനയിക്കും. അവർക്ക് ഇടിയുടെ പെപ്പേന്ന് നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് വിളിച്ചു പറയാൻ പറ്റിയ സാധനം. ആ ഒരു ഫീല് കിട്ടിയ പടം കൊളുത്തും. ഇടിയുടെ ആക്ഷൻ കാണുമ്പോഴേ ഇല്ല, ഒരു കിൻഡലാണ് ഒരു ഇടിയുടെ കോമ്പറ്റീഷൻ ഉണ്ട് എന്തായാലും സിനിമയ്ക്ക്. ഓണത്തിന് ARM വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ബാഡ് ബോയ്സ്, അത് വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. അല്ല, കഴിഞ്ഞ വീഡിയോയില് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ നെഗറ്റീവ് മാത്രമേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നെഗറ്റീവ് പറഞ്ഞല്ല, പുള്ളിയുടെ ലാസ്റ്റ് പടങ്ങളെല്ലാം ഒരു വലിയ ഗുണമുള്ള പടങ്ങളല്ലായിരുന്നു. ഹാപ്പി വെഡിങ്ങിന് ശേഷം പുള്ളിക്ക് നല്ലൊരു പടങ്ങൾ വന്നിട്ടില്ല. എന്തായാലും അത് നല്ലൊരു സിനിമ ആയിരിക്കും പ്രതീക്ഷിക്കാം. നല്ലൊരു സിനിമ ആകണം എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് കാരണം ഓണത്തിന് നമുക്ക് എല്ലാവർക്കും വേണ്ടത് നല്ലൊരു ആഘോഷമാണ്, നല്ലൊരു ആഘോഷ രാവ്. എല്ലാം ഒരു ഇടിപ്പടമാണോന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. ആ സിനിമ ഒരു ഇടിപ്പടം പോലെയാണ്. ഇത് നല്ല നാട്ടൻ ഇടി സാധനമാണ്. ഒരു മത്സ്യത്തൊഴിലാളികളെയൊക്കെ ഉശിരി അറിയിക്കുന്ന ഒരു പടമാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ തിയേറ്ററിൽ ഓണത്തിന് കാണാം. അതെ, ഇതെല്ലാം നമുക്ക് തിയേറ്ററിൽ ഓണത്തിന് ആഘോഷിക്കാനുള്ള സാധനങ്ങളാണ്. അപ്പൊ എന്തായാലും ഇന്ന് തന്നെ അടുത്ത ട്രെയിലറും വരുന്നുണ്ട്.
അതിന്ന് വൈകിട്ട് 6 മണിക്ക് ഏകദേശം നമ്മൾ റിയാക്ഷൻ ഇടുന്നതാണ്. അപ്പോ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ ഇന്ന് തന്നെ വൈകിട്ട് വരുന്നതാണ്. അപ്പൊ അതുവരേക്കും ഓക്കെ, ബൈ.